ഇസ്രയേൽ എംബസിയിലെ 2 ജീവനക്കാർ അമേരിക്കയിൽ വെടിയേറ്റ് മരിച്ചു. വാഷിംഗ്ടൺ ഡിസിയിലെ ജൂയിഷ് മ്യൂസിയത്തിന് സമീപത്ത് വെച്ച് ജീവനക്കാർക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. അക്രമിയെ പോലീസ് പിടികൂടി. റോഡ്രിസ് എന്നയാളാണ് വെടിവെച്ചതെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വെടിവെക്കും മുൻപ് ഇയാൾ പലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചുവെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. സംഭവത്തെ ലോക നേതാക്കൾ അപലപിച്ചു. വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രയേൽ എംബസികൾക്ക് സുരക്ഷ വർദ്ധിപ്പിച്ചു. ഇതിനിടെ ഗസയ്ക്ക് നേരെയുള്ള ഇസ്രയേൽ ആക്രമണം കൂടുതൽ ശക്തമാക്കുകയും ചെയ്തു. സജിത്ത് ഏതെങ്കിലും സംഘടന ഈ ആക്രമണത്തിന് ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ടോ, അതോ ഇയാൾ റോഡ്രിസ് മാത്രമാണ് ഈ ആക്രമണത്തിന് പിന്നിൽ എന്നാണോ സ്ഥിരീകരണം? എങ്ങനെ കാണുന്നു ഇസ്രയേൽ ഈ ആക്രമണത്തെ? ഏത് തരത്തിലുള്ള സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുന്നു വിവിധ രാജ്യങ്ങളിലെ എംബസികളിൽ? അപർണ, ഏതെങ്കിലും ഒരു സംഘടനയും ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടില്ല. പക്ഷേ ഈ റോഡ്രിക്സ് എന്ന വ്യക്തി അമേരിക്കൻ പൗരൻ തന്നെയാണെന്നാണ് അന്വേഷണ ഏജൻസികളുടെ വിലയിരുത്തൽ. ചിക്കാഗോ സ്വദേശിയാണ്. ഇയാൾ ഫ്രീ പാലസ്തീൻ എന്ന മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് വെടിയുതിർത്തത് എന്നതാണ് ദൃക്സാക്ഷികൾ പറഞ്ഞതായി ഇപ്പോൾ വാഷിംഗ്ടൺ DC പോലീസ് പറയുന്നത്. എന്തായാലും ലോക നേതാക്കളെല്ലാം ഈ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. കാരണം ഇസ്രയേൽ എംബസി ജീവനക്കാരാണ് മരണപ്പെടുന്നത്. മാത്രമല്ല, അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഇടത്ത് വെച്ച് എങ്ങനെ ഇത് സംഭവിച്ചു എന്നതാണ് എല്ലാവരെയും ഞെട്ടിക്കുന്ന കാര്യം. ഡൊണാൾഡ് ട്രംപ് അടക്കമുള്ള പ്രധാനപ്പെട്ട ലോക നേതാക്കൾ എല്ലാവരും സംഭവത്തെ അപലപിച്ചിട്ടുണ്ട്. തൻ്റെ രാജ്യത്ത് ഇത്തരം വിഘടനവാദവും ഒപ്പം തന്നെ തീവ്രവാദ പ്രവർത്തനങ്ങളെയും ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്ന് ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. അന്വേഷണ ഏജൻസികൾ ശക്തമായ നിലപാടെടുക്കുമെന്ന് വ്യക്തമാക്കുന്നു. ഒപ്പം തന്നെ ഇസ്രയേലിൻ്റെ മറ്റ് ലോക നേതാക്കളും എല്ലാവരും ഈ സംഭവത്തെ അപലപിച്ചിട്ടുമുണ്ട്. എന്തായാലും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ലോകത്തെ വിവിധ രാജ്യങ്ങളിലുള്ള ഇസ്രയേലിൻ്റെ എംബസികൾക്ക് വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നമുക്കറിയാം, ഈ പശ്ചിമേഷ്യൻ സംഘർഷം പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അവിടെ ഇസ്രയേൽ നടത്തുന്ന നീക്കങ്ങൾക്കെതിരെ വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട്. ലോകരാജ്യങ്ങൾ വിവിധ ഐക്യരാഷ്ട്ര സംഘടനയടക്കം അവിടെ മനുഷ്യക്കുരുതിയാണ് ഇസ്രയേൽ നടത്തുന്നത് എന്ന തരത്തിലുള്ള നിലപാടുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതിന്റെ ഭാഗമായി ഇത്തരം നീക്കങ്ങൾ ഉണ്ടാവുന്നതുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇസ്രയേൽ എംബസികൾക്കും ഇസ്രയേലിന്റെ ഉന്നത ഉദ്യോഗസ്ഥർക്കുമെതിരായ നീക്കങ്ങൾ ലോകരാജ്യങ്ങളുടെ പലയിടങ്ങളിലും ഉണ്ടായേക്കാം എന്ന സംശയം പൊതുവിൽ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് എംബസികൾക്ക് വലിയ സുരക്ഷ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം അതിശക്തമായി തന്നെ തുടരുകയാണ്. 3000-ലധികം കുട്ടികളാണ് ഇവിടെ മരണപ്പെടുന്നത്. കുട്ടികൾക്ക് ഭക്ഷണവും വെള്ളവുമില്ലാത്ത അതീവ ദയനീയമായ അവസ്ഥയിലേക്ക് അവിടുത്തെ സാഹചര്യങ്ങൾ നീളുകയാണ്. ഐക്യരാഷ്ട്രസഭ അടക്കമുള്ള ഇടപെടലുകൾ ഉണ്ടായിട്ടും ഇസ്രയേൽ വെടിനിർത്താൻ തയ്യാറാവുന്നില്ല എന്നതാണ് അവിടുത്തെ സാഹചര്യം. ഇതിനിടയിലാണ് അന്താരാഷ്ട്ര നയതന്ത്ര സംഘം അവിടെ സന്ദർശനം നടത്തുന്നതിനിടയിൽ ഇസ്രയേൽ അവർക്ക് നേരെ വെടിയുതിർത്തു എന്ന തരത്തിലുള്ള ആക്ഷേപവും ഉണ്ടായത്. എന്തായാലും ഈ വിഷയങ്ങളൊക്കെ ഇസ്രയേൽ നിഷേധിച്ചിട്ടുമുണ്ട്. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷമില്ല, അവിടെ സമാധാനമില്ല, സംഘർഷങ്ങൾ അതിരൂക്ഷമായി തന്നെ തുടരുകയാണ്. ഇതിനിടയിലാണ് ഇസ്രയേൽ എംബസിയിലെ അമേരിക്കയിലെ 2 ജീവനക്കാർ വെടിയേറ്റ് മരിക്കുന്നത്. സജിത്ത്